10/11/2016 രാത്രി 10 മണി ഗുജറാത്തിലെ സൂറത്തിലെ ഒരു വീട്ടിൽ നിന്ന് ഒരൊച്ച കേൾക്കുകയാണ്. അവിടെയുള്ള ആളുകൾ ആ വീട്ടിലോട്ട് ഓടിക്കയറുകയും ചെയ്തു. ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിയായിരുന്നു ആളുകൾ ആ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ വീട്ടിൽ താമസിക്കുന്ന ദിശിത്ത് അതിദാരുണമായി വെട്ടേറ്റ് മരണപ്പെട്ട നിലയിലായിരുന്നു അവിടെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെയുള്ള ബാത്റൂമിൽ നിന്നാണ് ഒരു സൗണ്ടും കാര്യങ്ങളും കേൾക്കുകയാണ്. ദിശിത്തിന്റെ ഭാര്യയായ വെൽസിയായിരുന്നു ആ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒറ്റപ്പാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവരുടെ 1 വയസ്സ് തികഞ്ഞ കുട്ടി കൂടി ആ ബാത്റൂമിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു. പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥലത്തോട്ട് വന്ന് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയാണ്. ആ മുറി മുഴുവൻ മുളക് വടി നിർത്തറിയ രീതിയിലായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭാര്യയായ വെൽസിയുടെ മൊഴി ഇത്തരത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ടുപേരും മുഖംമൂടിയിട്ട് വീട്ടിലോട്ട് കയറിയതിനു ശേഷം തന്റെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം മോഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ബാത്റൂമിലോട്ട് കുത്തിയിടാൻ വേണ്ടി പോയപ്പോൾ എന്റെ ഹസ്ബൻഡ് വന്ന് ഡിഫെൻഡ് ചെയ്ത ടൈമിൽ ഭർത്താവിനെ കുത്തി കൊലപാതകം ചെയ്തു എന്നായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ പുറത്തു വന്ന് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റാണ് അവിടെ നിന്ന് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പോലീസുകാർക്ക് ഇവിടെ ഒരു CCTV ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതേ സ്ഥലത്തോട്ട് പോയതിനു ശേഷം പോലീസുകാർ CCTV കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കിയാണ്. അതായത് ഈ ദിശിത്തിന്റെ കാറ് വരുന്നതിന്റെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷൻ്റെ അകത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് ഈ CCTVൻ്റെ അകത്തുണ്ട്. ഈ ദിശിത്തും അതുപോലെ തന്നെ ദിശിത്തിന്റെ ഭാര്യയും കൂടി വീട്ടിൽ പ്രവേശിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം പണം കൊടുത്തതിന് ശേഷം ആ ഓട്ടോറിക്ഷ വിട്ടു. ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ പിന്നീട് പോലീസുകാർ തപ്പി കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറിന് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്രകാരമായിരുന്നു. അതായത് ആ രണ്ടുപേർ ആരാണെന്ന് എനിക്കറിയില്ല, ഇവർ രണ്ടുപേരും ഓട്ടം പോവാമോ എന്ന് ചോദിച്ചതിന് ശേഷം ഓട്ടോറിക്ഷയുടെ അകത്ത് കയറിയതാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാരുടെ പക്കൽ പോയിട്ട് പറയുകയാണ്. അതായത് ഈ ദിശിത്തിന്റെ ഭാര്യയായ വെൽസിയെ ഇവളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കുത്തിയിട്ടതല്ല, ഇവളെ സ്വയപ്രകാരം ബാത്റൂമിൽ കയറിയതായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. പോലീസുകാർക്ക് ഈ വെൽസിയെ ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതായത് ഇവൾ ആ ബാത്റൂമിന്റെ അകത്ത് കയറിയതിനു ശേഷം പുറത്തോട്ട് കടക്കാൻ വേണ്ടി യാതൊരു തരത്തിൽ തന്നെ അവിടെ നിന്ന് ശ്രമിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്പോട്ടിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം ചെയ്തത് ഇവളും കൂടി അറിഞ്ഞിട്ടായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ വെൽസി പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നല്ല രീതിയിൽ തന്നെ പിന്നീട് പോലീസുകാർ പിന്നീട് ഇവളെ വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൾ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയാണ് മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവൾ ഇന്ന എഴുത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇവൾ വിവാഹം കഴിക്കുന്നതിനും കാര്യം മുമ്പേ സുദിക് മോദി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവളെ വിവാഹം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വീട്ടിലോട്ട് വരികയും ചെയ്തു. പിന്നീട് സുദിക് മോദി വേറെ വിവാഹം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ ജീവിതം നല്ല രീതിയിലായിരുന്നില്ല പോയത്. അതായത് സുദിക് മോദിയുടെയും അതുപോലെ തന്നെ സുദിക് മോദിയുടെ വൈഫിൻ്റെ ജീവിതം നല്ല രീതിയിലായിരുന്നില്ല പോയിരുന്നത്. ഇവർ രണ്ടുപേരും വഴക്കാവുകയും പിന്നീട് ഡിവോഴ്സ് ആവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് സുദിക് മോദിയുടെ ഒരു ഫ്രണ്ട്സ് റിക്വസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ വരുന്നത്. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും പരിചയമാകും, പിന്നീട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരുടെ പഴയ പ്രേമത്തിലോട്ട് പിന്നീട് ഞങ്ങൾ കടന്നു വരികയാണ് ചെയ്തത്. പിന്നീട് എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് വിവാഹമോചനം കിട്ടുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. മറിച്ചാണ് ഇവർക്ക് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ ഭയമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇയാളെ എങ്ങനെയെങ്കിലും കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീട് സുദിക് മോദിയുടെ കൂട്ടത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ നേരത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് പിന്നീട് അവിടെ നിന്നും വീട്ടിലെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ ടൂർ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കി ഇവള് പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ദിശിത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് നമുക്ക് എന്തായാലും ഇപ്പോൾ പോകേണ്ട, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അതൊക്കെ കൊണ്ട് തന്നെ ദിശിത്താണെങ്കിൽ ഈ ടൂറിന് പോയിട്ടുണ്ടായിരുന്നില്ല. അന്നേ ദിവസം രാത്രിയാണ് ദിശിത്തും അതുപോലെ തന്നെ ദിശിത്താണെങ്കിൽ ഇവർ വീട്ടിലേക്ക് പോയതിനു ശേഷം പിന്നീട് മക്കളും അതുപോലെ തന്നെ വ്യക്തിയും കൂടി കൂട്ടിയതിനു ശേഷം പിന്നീട് വരികയാണ്. അന്നേ ദിവസം ഇവരോട് ഇത്തരത്തിൽ തന്നെ ആ വീട്ടിലോട്ട് കയറി വന്നതിന് ശേഷം കൊലപാതകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷയിനകത്താണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഈ കാർ ഫോളോ ചെയ്ത് വരികയും ചെയ്തു. പിന്നീട് ഇവർ ഈ റൂമിലോട്ട് പ്രവേശിച്ചതിന് ശേഷം പിന്നീട് കഥക് തുറന്നു കൊടുക്കുകയാണ്. ഇവർ കഥക് തുറന്നതിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും ഈ അകത്തോട്ട് പ്രവേശിക്കുകയും പിന്നീട് ദിശിത്തിന്റെ മുറിയിൽ വെച്ച് അതിദാരുണമായി കുത്തി കൊലപാതകം ചെയ്യുകയും ചെയ്തു. കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ആ മുറി മുഴുവനായി മുളകുപൊടി വിതറുകയാണ്. മുളകുപൊടി വിതറിയതിനു ശേഷം ഇവളെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ ഊരി കൊടുക്കുകയും ചെയ്തു. പിന്നീട് മകളെ പിടിച്ചുകൊണ്ട് തന്നെ പിന്നീട് ബാത്റൂമിൽ പോവുകയാണ് ചെയ്തത്. ഈ സുദിക് മോദിയും അതുപോലെ തന്നെ സുദിക് മോദിയുടെ സുഹൃത്തും കൂടിയിട്ട് വാതിൽ കുറ്റിയിടുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടുന്ന് പോയി കഴിഞ്ഞു എന്ന രീതിയിലുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ്.
ഈ ദിശിത്തിൻ്റെ കാറിൻ്റെ ചാവിയും കൂടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറ് വെച്ചായിരുന്നു ഈ സുദിക് മോദി സുഹൃത്തും കൂടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവർ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇവളാണെങ്കിൽ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിനുശേഷമാണ് അയൽവാസികളെല്ലാം വീട്ടിനകത്തോട്ട് കയറി വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവൾ തുറന്നു പറയുന്നു. സുദിക് മോദിയും അതുപോലെ തന്നെ സുദിക് മോദിയുടെ സുഹൃത്തിനും കൂടി പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കോർട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവളെ വക്കീലാണ് നല്ല രീതിയിൽ തന്നെ കോടതിൻ്റെ അകത്താണ് വാദിക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്തരത്തിലുള്ള കാര്യമായിരുന്നു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മതിയായ എവിഡൻസ് ഇല്ല, ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെ വെറുതെ വിട്ടയക്കുകയാണ് കോടതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വന്നിട്ടാണ് ഇതിന് നല്ല വീഡിയോ നൽകാൻ നമുക്ക്